കോഴിക്കോട് വെള്ളക്കെട്ടിൽ വീണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൊണറമ്പ് സ്വദേശി സുഹൈലാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10 മണിക്കാണ് അപകടം സംഭവിച്ചത്. വീടിനോട് ചേർന്നുള്ള വെള്ളക്കെട്ടിൽ കാൽ വഴുതി വീണായിരുന്നു അപകടം. അനഘ ഹർഷനുടെ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനഘ, ഞാൻ പറയുകയായിരുന്നു, അതായത് നമ്മൾ ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാക്കുകളിൽ മരണസംഖ്യ 17 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ മരണസംഖ്യ ഇങ്ങനെ ഉയരുന്നു എന്നുള്ളതാണ്. കാണാതായവരുടെ മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ചില അപകടങ്ങൾ കൂടി ഈ മഴക്കെടുതിക്കിടെ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഗുരുതരാവസ്ഥയിലായിരുന്ന ഒരു യുവാവിന്റെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പറയൂ അനഘ. രാഖി, ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ യുവാവായിട്ടുള്ള 38-കാരനായിട്ടുള്ള സുഹേൽ സുഹൃത്തുക്കൾക്കൊപ്പം വീടിനോട് ചേർന്നുള്ള വെള്ളക്കെട്ട് കാണാൻ പോയതാണ്. ഈ രാത്രി 10 മണിയോടെയായിരുന്നു ഈ വെള്ളക്കെട്ട് കാണാൻ പോയത്. ഈ സമയത്ത് ഈ സുഹേലിന്റെ കാൽ വഴുതി ഈ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. ഈ സമയം തന്നെ സുഹൃത്തുക്കളും ആ പ്രദേശത്തെ നാട്ടുകാരൊക്കെ ചേർന്ന് തിരച്ചിൽ നടത്തി. ഈ വെള്ളക്കെട്ടിലേക്ക് സുഹേൽ വീണ സ്ഥലത്ത് നിന്ന് അല്പം മാറി മറുഭാഗത്ത് നിന്നാണ് അന്ന് ഈ സുഹേലിനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പിന്നീട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു സുഹേലിന്റെ ആരോഗ്യസ്ഥിതി. പിന്നീട് ഇന്ന് രാവിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് 10 മണിയോടുകൂടിയാണ് സുഹേലിന്റെ മരണം സംഭവിക്കുന്നത്. ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു വെള്ളക്കെട്ടാണ്. അത് സുഹൃത്തുക്കൾക്കൊപ്പം പോയി അതൊന്ന് കാണാൻ പോയതാണ്. ആ സമയത്താണ് ഈ നിൽക്കുന്ന ഇടത്ത് നിന്ന് കാൽ വഴുതി ഈ തോട്ടിലേക്ക് വീണുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇങ്ങനെ വെള്ളക്കെട്ട് കാണാനും അതുപോലെ വെള്ളത്തിലേക്ക് പോകാനുമുള്ള സാഹചര്യം പരമാവധി ആളുകൾ ഒഴിവാക്കണം എന്നുകൂടിയാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന ഒരു നിർദ്ദേശം. 38-കാരനായിട്ടുള്ള സുഹൈലാണ് ഈ വെള്ളക്കെട്ട് വീണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടെ മരണപ്പെട്ടിരിക്കുന്നത്. ശരി, മഴക്കെടുതിയിൽ 2 മരണങ്ങളാണ് ഇതിനോടകം തന്നെ കഴിഞ്ഞ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് ഗുരുതരാവസ്ഥയിലായ വെള്ളത്തിൽ വീണ് ഗുരുതരാവസ്ഥയിലായിരുന്ന സുഹൈലാണ് മരിച്ചത്.